നോട്ട് പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ PACക്ക് മുന്നിൽ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ രണ്ടാമതായി ഹാജരാവുകയായിരുന്നു. ഇപ്പോൾ ഊർജിത് പട്ടേൽ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, ആദ്യ വിശദീകരണം തൃപ്തിയാകാത്ത സാഹചര്യത്തിലാണ് രണ്ടാമതും പാർലമെന്റ് സമിതി ഊർജിത് പട്ടേലിനെ വിളിച്ചു വരുത്തിയത്. രണ്ടാമത്തെ സിറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഊർജിത് പട്ടേൽ പറഞ്ഞത്? ഈ നോട്ട് അസാധുവാക്കലിന് ശേഷമുണ്ടായ പ്രതിസന്ധി ഉടനടി പരിഹരിക്കപ്പെടും എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഊർജിത് പട്ടേൽ വ്യക്തമാക്കിയത് ഇപ്പോൾ ആവശ്യത്തിന് നോട്ടുകൾ ബാങ്കുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെ പക്കൽ ആവശ്യത്തിന് നോട്ടുകൾ അച്ചടിയും മറ്റും പൂർത്തിയായിട്ടുണ്ട്. അതിനാൽ ഒരു പ്രതിസന്ധിക്ക് ഇനി വഴിവെക്കേണ്ടതില്ല. ഈ ഒരു പ്രതിസന്ധി ഉടനടി പരിഹരിക്കും. ഇത് താൻ ഉറപ്പു നൽകുന്നു എന്നാണ് ഊർജിത് പട്ടേൽ PAC കമ്മിറ്റി മുമ്പാകെ വ്യക്തമാക്കിയത്. നിരവധി ചോദ്യങ്ങളാണ് MP മാർ ഈ റിസർവ് ബാങ്ക് ഗവർണർ മുമ്പാകെ ഉന്നയിച്ചത്. ഈ കള്ളപ്പണം തടയുന്നതിനും ഇല്ലാതാക്കുന്നതിനും മറ്റുമായാണ് ഈ ഒരു നീക്കം, പുതിയ നോട്ട് അസാധുവാക്കൽ നീക്കം കൊണ്ടുവന്നതെങ്കിൽ പോലും ഇതിനുശേഷവും കള്ള നോട്ടുകളുടെ പ്രചരണം വർദ്ധിച്ചത് MP മാർ ചൂണ്ടിക്കാട്ടി. പല MP മാരും ഈ 2000 രൂപയുടെയും മറ്റും കള്ള നോട്ട് ഉയർത്തി ഊർജിത് പട്ടേലിന് മുമ്പാകെ നൽകുകയും ഇത് പിന്നീടും സംഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഇതെല്ലാം തടയുന്നതിന് നടപടി ഊർജിതമാക്കുമെന്നാണ് ഊർജിത് പട്ടേൽ ആദ്യ വിശദീകരണം നൽകിയത്. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. അജിംഷ, അത് തന്നെയാണ് മനു. അതായത് ആദ്യത്തെ സിറ്റിംഗിൽ ഒരുപക്ഷെ ഊർജിത് പട്ടേൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ 15.5 ലക്ഷം രൂപയിൽ 9.2 ലക്ഷം രൂപ അച്ചടിക്കാനായി എന്നത്. പക്ഷെ എത്ര രൂപ തിരികെ എത്തി, നിരോധിച്ചതിൽ എത്ര പണം തിരികെ എത്തി, എന്നാണ് പ്രതിസന്ധി തീരുക? പ്രതിസന്ധിക്ക് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്? ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തിയതിനൊന്നും മറുപടി പറയാൻ ഊർജിത് പട്ടേലിനായില്ല. അതാണ് തൃപ്തികരമല്ലാതെ PAC കാണുകയും രണ്ടാമത് വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഈ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകുന്നതല്ലാതെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ രണ്ടാമത്തെ സിറ്റിംഗിൽ ലഭ്യമായിട്ടുണ്ടോ? അറിയുന്ന വിവരങ്ങൾ നിലവിൽ ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിലെ ആദ്യ മണിക്കൂറുകളിലെ വിവരമാണ് ലഭിക്കുന്നത്. ഇതിൽ റിസർവ് ബാങ്ക് ഗവർണർ ഈ പാർലമെന്റ് സമിതി മുമ്പാകെ ആദ്യ ചർച്ചയിൽ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് വെടിഞ്ഞിരിക്കുന്നു. പകരം ചില ഉറപ്പുകളും നിർദ്ദേശങ്ങളും ഇതിന് റിസർവ് ബാങ്ക് കൈക്കൊണ്ടിരിക്കുന്ന നടപടികളും വിശദീകരിക്കാൻ റിസർവ് ബാങ്ക് ഗവർണർ തയ്യാറായി എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിന് എന്തെല്ലാം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയുമ്പോഴും എന്തെല്ലാം പ്രായോഗിക നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് കൈക്കൊണ്ടു എന്ന് വ്യക്തമാക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ല. ഇത് വരും ദിനങ്ങളിൽ ഈ പ്രായോഗികമായി മനസ്സിലാക്കിക്കൊള്ളൂ എന്നൊരു നിർദ്ദേശമാണ് റിസർവ് ബാങ്ക് ഗവർണർ കമ്മിറ്റി അംഗങ്ങൾ മുൻപാകെ വച്ചിരിക്കുന്നത്. ഇതിൽ ഈ MP മാർ ഉന്നയിച്ച വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, ഈ നോട്ട് അസാധുവാക്കൽ തീരുമാനം എങ്ങനെ റിസർവ് ബാങ്ക് കൈക്കൊണ്ടു, റിസർവ് ബാങ്കിന് സ്വയംഭരണ അവകാശമുണ്ട്, അത് നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം MP മാർ ആവർത്തിച്ചുന്നയിക്കുകയുണ്ടായി. ഇതിന് വ്യക്തമായ മറുപടി ഇതുവരെ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ കമ്മിറ്റിയിൽ നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അതിനാൽ തന്നെ യോഗം പുരോഗമിക്കുകയാണ്. ഈ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ലോക്സഭാ സ്പീക്കറുടെ അനുമതിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ട് വിളിച്ചു വരുത്താൻ സാധിക്കുമെന്ന് PAC ചെയർമാൻ KV തോമസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ വിശദീകരണം ഊർജിത് പട്ടേൽ നൽകുമോ എന്ന്. ശരി മനു ശങ്കരൻ, ഉടൻ പരിഹരിക്കും എന്ന മറുപടിയിൽ ആണ് ഇപ്പോൾ RBI ഗവർണർ PACക്ക് മുന്നിൽ രണ്ടാമതായി വിളിച്ചു വരുത്തിയ യോഗത്തിലാണ് PACക്ക് മുന്നിൽ RBI ഗവർണർ ഊർജിത് പട്ടേൽ ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ നൽകിയത്.